ലോക്സഭയിൽ ഇതുവരെ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാതെ കോൺഗ്രസ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിമാരുടെ ഫണ്ടിൽ നിന്നും പകുതി തുക പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ ചിലവഴിച്ചിട്ടില്ലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ദേശീയ സംസ്ഥാന ശരാശരിയിലും താഴെയാണ് കാസർഗോഡ് എംപിയുടെ പാർലമെന്റിലെ പ്രകടനം. 2019-24 വരെയുള്ള കാലയളവിലെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശരാശരിയിലും താഴെ പ്രകടനം നടത്തിയതായി വ്യക്തമായിരിക്കുന്നത്. പാർലമെന്റിലെ ബജറ്റ് സെഷനിൽ 56% ഹാജർ മാത്രമാണ് ഉണ്ണിത്താൻ രേഖപ്പെടുത്തിയത്. ഒരു സ്വകാര്യ ബില്ല് പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്വകാര്യ ബില്ല് സംബന്ധിച്ച് സംസ്ഥാന ശരാശരി 4.8-ഉം ദേശീയ ശരാശരി 1.5-ഉമായിരിക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിരുത്തരവാദപരമായ സമീപനം. എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ടായി 19.5 കോടി രൂപ ലഭിച്ചുവെങ്കിലും ഇതുവരെ ചിലവഴിച്ചത് 7.3 കോടി രൂപ മാത്രമാണ്. അതായത് പകുതി തുക പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ ചിലവഴിച്ചിട്ടില്ല. പാർലമെന്റിലെ സംവാദങ്ങളിൽ സംസ്ഥാന ശരാശരി 78 ഉണ്ണിത്താൻ പങ്കെടുത്തത് 52 എണ്ണത്തിൽ മാത്രമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ശരാശരിയിലും താഴെയാണ്. 208 ചോദ്യങ്ങൾ മാത്രമാണ് 2019 മുതൽ ഉണ്ണിത്താൻ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ മാത്രമാണ് ഹാജർ കണക്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടുള്ളത്. മറ്റുള്ള കാലയളവിൽ നടന്ന പാർലമെന്റ് സമ്മേളനങ്ങളിൽ ശരാശരിയിലും താഴെയാണ് കാസർഗോഡ് നിന്നുള്ള എംപിയുടെ പ്രാതിനിധ്യം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.